വെൽക്കം ബാക്ക്. അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു അടിപൊളി വെജിറ്റബിൾ ഉപ്പുമാവും അതിൻ്റെ കൂടെ എഗ് റോസ്റ്റും ആണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ആദ്യം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ചു. അതിനകത്തേക്ക് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്മാവിന് എപ്പോഴും കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉപ്മാവെന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ വെജിറ്റബിൾ ഉപ്മാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂടാകുമ്പം കുറച്ച് കടുക് ഇട്ടു, 2 വറ്റൽമുളക് ഇട്ടു. അതിനകത്തേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, മീഡിയം സൈസിലുള്ളത് സവോളയാണ്. 1 ടീസ്പൂണോളം ഇഞ്ചിയും 1-2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിനകത്തൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള നല്ലപോലെ ഒന്ന് വാടിയാൽ മതി, നിറമൊന്നും മാറണ്ട. ഇഞ്ചിയുടെ ഒരു ചുവയങ്ങ് മാറിക്കിട്ടുകയും വേണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ അളവിൽ. കൂടി പോകരുത്, കാരണം മഞ്ഞളിൻ്റെ ഒരു വല്ലാത്ത ചുവയൊന്നും വരരുത്. ഉപ്മാവിന് നല്ലൊരു കളറും ഒക്കെ, ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ്, ഇതുപോലെ ചെറിയ കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, ഒരു 5 ബീൻസ് ചെറുതായിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. അതൊരു 2 ചെറിയ പിടി ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. അതുകൊണ്ട് കയ്യിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഗ്രീൻ പീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റും ബീൻസും ഒരു ചെറിയ പൊട്ടറ്റോയും ഒക്കെ വേണമെങ്കിലും എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക, ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിൽ ഒരല്പം ഉപ്പ് ചേർക്കുകയാണ്. ആ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ഇട്ടാൽ മതി. ഇത് ഒരു 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ വെള്ളവും റവയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുക, ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. ഇപ്പോൾ ഏറ്റവും ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കുക. അതൊന്ന് വാടിയാൽ മതി, അതിൻ്റെ ഒരു പച്ചപ്പ് ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അടച്ചു വയ്ക്കാം. അപ്പം ഇതിൻ്റെ കൂടെ നമ്മളൊരു എഗ് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 4 മുട്ട ഇതുപോലെ പുഴുങ്ങി റെഡിയാക്കി വെക്കണം. വെജിറ്റബിൾസ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് വാടി കിട്ടും. ഇത്രയും മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം. അപ്പം 1 കപ്പ് റവ വെച്ചുള്ള ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ബാക്കി എല്ലാത്തിൻ്റെയും അളവ് പറയുന്നത്. അപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. അതിൻ്റെ കൂടെ 1 കപ്പ് പാലും, പശുവും പാലാണ് കേട്ടോ ഇത്. നമ്മൾ 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളവും 1 കപ്പ് പാലുമാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ മാത്രം, ഇപ്പോൾ പാൽ ഉപയോഗിക്കാതെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടും ഈ ഉപ്മാവ് ഉണ്ടാക്കാം. പക്ഷേ പശുപാൽ ചേർത്ത് നിങ്ങൾ ഉപ്മാവ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഉപ്മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. റവ ചേർത്ത് കഴിയുമ്പം അതിലും കൂടി ആവശ്യത്തിന് ഉള്ള ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. പഞ്ചസാര ചേർക്കുന്നതും ഉപ്പുമാവിന് ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ളൊരു ചെറിയ ടിപ്പാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പം കുറച്ച് തേങ്ങ ചേർക്കാണേ. ഉപ്പുമാവ് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ചെറിയ പിടി തേങ്ങയാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് വറുത്ത റവ ചേർക്കാം. പാല് നല്ലപോലെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം ഈ റവയൊക്കെ ഇടാൻ കേട്ടോ. എന്നിട്ട് നല്ലപോലെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട പിടിക്കാതെ ഉടനെ തന്നെ അങ്ങ് മിക്സ് ചെയ്യണം. റവയിലോട്ട് പെട്ടെന്ന് തന്നെ ആ വെള്ളമൊക്കെ അങ്ങ് പിടിക്കും, കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരും. ഇനി ഇതിങ്ങനെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പം ഇത് വെന്ത് കിട്ടും. റവ പെട്ടെന്ന് വേവുകയും ചെയ്യുമേ. ചെറിയ ഫ്ലെയിമിൽ നമുക്കിതിങ്ങനെ തന്നെ ഒന്ന് മൂടി വെക്കാം. തീ കൂട്ടിയിടരുത്, അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാതെ നോക്കണം. ആ സമയം കൊണ്ട് നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കാം. പാൻ വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1-2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇത്ര ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. ആ കറിവേപ്പിലയും പച്ചമുളകും പെരിഞ്ജീരകവും ഒക്കെ മൂക്കുമ്പോൾ നല്ലൊരു മണം വരുമല്ലോ, അതുവരെ എണ്ണയിലൊന്ന് വഴറ്റിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 2 സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. മീഡിയം സൈസിലുള്ള 2 സവോളയായിരുന്നേ. അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ടൊന്ന് നിറം മാറി വരണം. അപ്പോഴാണ് എഗ് റോസ്റ്റിന് അതുപോലെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. സവോളയുടെ എത്രത്തോളം നമ്മൾ നന്നായിട്ട് വഴറ്റുന്നോ അത്രയും എഗ് റോസ്റ്റ് ടേസ്റ്റി ആയിട്ട് കിട്ടും.
ആ സമയം കൊണ്ട് നമ്മുടെ ഉപ്പുമാവ് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇപ്പൊ ഇത് ഇളക്കരുത്, നല്ല ചൂടാണ്, നല്ല ആവി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പൊ ഇളക്കി കഴിഞ്ഞാൽ അതിങ്ങനെ കുഴഞ്ഞു തന്നെ ഇരിക്കും. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കട്ടെ, ആവി ഒന്ന് പോയി കഴിഞ്ഞിട്ട് ചിക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് നിറമൊക്കെ മാറി വന്നു. ഇനി ഇതിൽ പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ എരിവ് കാണത്തില്ല, നല്ല നിറം ഉണ്ടാവും. എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണേ. 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതെങ്കിലും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ ആ ഒരു ചൊവയും കൂടി അങ്ങ് മാറണം. ഇനി ഇതിലൊരല്പം ടൊമാറ്റോ സോസ് ചേർക്കുകയാണേ. ഒരു ചെറിയൊരു പുളിയും ഒരു മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സോസ് ചേർക്കുന്നത്. ഒരുപാട് വേണ്ട, 1 ടീസ്പൂൺ, 1 മുതൽ ഒരു 1.5 ടീസ്പൂൺ മാക്സിമം ആ ഒരു അളവിൽ മാത്രം ചേർത്താൽ മതി. സോസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഓക്കെ, നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇപ്പോൾ റോസ്റ്റ് ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരുപാട് ഗ്രേവി ആവശ്യമില്ല. അപ്പം അതിനനുസരിച്ച് മാത്രം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാം. ടൊമാറ്റോ സോസിൽ ഉപ്പുണ്ടാവും, പിന്നെ സവോള വഴറ്റിയ സമയത്തും ഞാനൊരു അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് മാത്രം ഉപ്പ് ഇട്ടാൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഈ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായി ഇത് നല്ലൊരു ഡ്രൈ ആയി ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് വരണം. ആ സമയം കൊണ്ട് ഉപ്പുമാവിൻ്റെ നല്ല ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ആവി പറക്കുന്ന ചൂട് മാറി. അത് കഴിയുമ്പോൾ അതേ ഇതുപോലെ ചിക്കിയെടുക്കാം. ശരിക്കും കറക്റ്റ് പാകത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒട്ടും കുഴഞ്ഞു പോവാതെ ചിക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. പക്ഷെ അത്രയും സോഫ്റ്റുമാണ്. വൈകുന്നേരം വരെ ഇരുന്നാലും ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് മാറത്തില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായാലും വളരെ നല്ലതാണ്. നല്ല കളർഫുള്ളുമാണ്, നിറയെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്തിയുമാണ്. അതുപോലെ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. ഉപ്മാവ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, പക്ഷെ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേക്കും എൻ്റെ എഗ് റോസ്റ്റിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറിലായിട്ട് വന്നു. സവോളയൊക്കെ നല്ല വെന്ത് സോഫ്റ്റായി ഇതുപോലെ കുഴമ്പ് ഒരു അതിൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, 4 മുട്ടയാണ് ഞാൻ എടുത്തത്, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ എഗ് റോസ്റ്റ് റെഡി. ഇതും നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ ഉപ്പുമാവ്, ആ ഒരു ചെറിയ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു യെല്ലോ കളറാണ്. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഒക്കെ ആകുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഉപ്പുമാവാണ്. കുറച്ച് പപ്പടം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പുട്ടിനും ഉപ്പുമാവിനും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് കട്ടൻ ചായ. അടിപൊളി ഒരു കോംബോയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ആയാലും നല്ല ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.